കേരളം ഭരിക്കുന്നത് യു ടേൺ സർക്കാരോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയർന്നത്. അതാ യു ഡി എഫിന്റെ പുതിയ യു ടേൺ വന്നിരിക്കുകയാണ്. പി എം ശ്രീയിലാണ് മലക്കം പറഞ്ഞിരിക്കുന്നത്. അടൂർ പ്രകാശ് കൺവീനറാണ് ഇന്ന് പുതിയ ന്യായീകരണവുമായി വന്നിരിക്കുന്നത്. പി എം ശ്രീ പദ്ധതി യു ഡി എഫ് ചർച്ച ചെയ്തിട്ടില്ല എന്നും പദ്ധതി തുടരണമോ വേണ്ടയോ എന്നത് ഉപസമിതി റിപ്പോർട്ട് അനുസരിച്ച് പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു, മറ്റു മാർഗങ്ങളില്ല എന്നായിരുന്നു ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ. എന്നാൽ ഇപ്പോൾ പറയുന്നു പദ്ധതി ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്ന്. അപ്പോൾ ഇവർ പറയുന്നത് ഏത് നമ്മൾ വിശ്വസിക്കണം എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. സുജു ടി ബാബുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് നമ്മളോടൊപ്പം. നോക്കാം എന്തൊക്കെയാണ് അടൂർ പ്രകാശിന്റെ യു ഡി എഫ് കൺവീനറുടെ ഇന്നത്തെ ന്യായീകരണമെന്ന്. സുജു, എന്താണ് സുജു, യു ടേണിൽ മേൽ യു ടേൺ ആണോ നടക്കുന്നത്? ഇവർ പറയുന്നത് ഏത് വിശ്വസിക്കണം നമ്മൾ? കഴിഞ്ഞ ദിവസം പറയുന്നു ഈ പദ്ധതിയിൽ നിന്ന് പിന്തിരിയാൻ മറ്റു മാർഗങ്ങളില്ല, മുന്നോട്ട് പോയേ പറ്റൂ എന്ന്. ഇന്ന് പറയുന്നു ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. നമ്മൾ ഏതാണ് വിശ്വസിക്കേണ്ടത്? മനു, ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലുമാണ് ഈ അടൂർ പ്രകാശ് പറഞ്ഞ കാര്യം പറഞ്ഞില്ലെന്ന മാധ്യമങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നത്. ഇതെല്ലാം തന്നെ യൂട്യൂബിലും മറ്റ് നവമാധ്യമങ്ങളിലൊക്കെ തന്നെ അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞ കാര്യം വ്യക്തമായി ഉള്ളതാണ്. എന്നാൽ അടൂർ പ്രകാശ് ഇന്ന് വീണ്ടും മലക്കം പറഞ്ഞ് അല്ലെങ്കിൽ യു ടേൺ അടിച്ച് പറയുകയാണ് ഈ പി എം ശ്രീയുമായി മുന്നോട്ട് പോകണോ വേണ്ടോ കാര്യത്തിൽ യു ഡി എഫ് തീരുമാനമെടുത്തിട്ടില്ല, അങ്ങനൊരു കാര്യം താൻ പറഞ്ഞിട്ടില്ല. പകരം ഉപസമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത്. നമുക്കറിയാം ഇന്നലെ അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറ്റൊരു നിർവാഹവുമില്ല, ഈ പി എം ശ്രീയെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളതാണ് ഇന്നലെ അടൂർ പ്രകാശ് പറഞ്ഞത്. അതനുസരിച്ച് ചാനൽ ചർച്ചകളിൽ വന്ന ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ന്യായീകരണമായി എത്തുകയും ചെയ്തിരുന്നു. ആ കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ പഴിചാരിക്കൊണ്ട് ഈ പി എം ശ്രീയുമായി മുന്നോട്ട് പോകാനാണ് യു ഡി എഫ് തീരുമാനമെടുത്തത്. എന്നാൽ മനു സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യസഭയിലെ ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്രമന്ത്രി തന്നെ സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തികം ഫണ്ട് കൈപ്പറ്റിയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിന് പിന്മാറാനുള്ള അവസരമുണ്ടെന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. ഇതോടെയാണ് യു ഡി എഫ് പെട്ടിലായത്. ഇക്കാര്യത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണം പുറത്തു വന്നിരുന്നു. കുഞ്ഞാലിക്കുട്ടിയാണ് അടൂർ പ്രകാശിനെ തള്ളി ആദ്യം രംഗത്ത് വന്നത്. അത്തരം ഒരു കാര്യത്തിൽ യു ഡി എഫ് തീരുമാനിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അടൂർ പ്രകാശും ഇക്കാര്യത്തിൽ മലക്കം പറഞ്ഞിരിക്കുകയാണ്. പി എം ശ്രീയുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് യു ഡി എഫ് തീരുമാനമെടുത്തില്ല എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. മാത്രമല്ല ഈ കാര്യത്തിൽ ചോദ്യങ്ങളോട് വ്യക്തതയോടെ പ്രതികരിക്കാൻ അടൂർ പ്രകാശ് തയ്യാറാകുന്നുമില്ല. ഫണ്ട് എൽ ഡി എഫ് സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് ആ കാര്യത്തിൽ എനിക്കിപ്പോൾ പറയാൻ സാധ്യമല്ല, ആ കാര്യങ്ങൾ വിശദമായി നോക്കണമെന്നാണ്. അത്തരത്തിൽ ചോദ്യങ്ങളോടൊന്നും തന്നെ അടൂർ പ്രകാശ് പ്രതികരിക്കുന്നില്ല. പകരം എൽ ഡി എഫിനെയും ജോൺ ബ്രിട്ടാസ് എം പി ഉൾപ്പെടെയുള്ള കുറ്റപ്പെടുത്താനാണ് അടൂർ പ്രകാശ് ശ്രമിച്ചിരുന്നത്. അതായത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ജനങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങൾ തന്നെ എന്തുകൊണ്ട് മുൻകാലങ്ങളിൽ യു ഡി എഫ് ശക്തമായി എതിർത്തൊരു പദ്ധതിയെപ്പറ്റി ഇപ്പോൾ അത്തരത്തിൽ എതിർക്കുന്നില്ല എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം നൽകാൻ അടൂർ പ്രകാശിനായിട്ടില്ല. താങ്ക് യു സുജു. സുജു ആണ് ഈ വിവരങ്ങൾ നൽകിയത്.